സൗദിയിൽ ആരോഗ്യ ഇൻഷുറൻസിന് ദേശീയ അഡ്രസ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു. ഈ മാസം അവസാനത്തോടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. ലളിതമായ പ്രക്രിയയിലൂടെ ഓൺലൈനായി ദേശീയ അഡ്രസ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കുമാണ് പുതിയ ചട്ടം. കൗൺസിൽ ഓഫ് കോഓപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോർട്ടലുമായി ജീവനക്കാരെയും ആശ്രിതരെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. അഡ്രസ് രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഇൻഷുറൻസ് കമ്പനികൾ പോളിസി ഉടമകളുടെ വിവരങ്ങൾ പുതുക്കും. പുതിയ പോളിസി എടുക്കുന്നതിനും നിലവിലെ പോളിസി പുതുക്കുന്നതിനും പുതിയ ചട്ടം ബാധകമാണ്. പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും നിലവിലുള്ളവ പുതുക്കുന്നതിനും പല ബാങ്കുകളും ഇതിനോടകം തന്നെ ദേശീയ അഡ്രസ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വിദേശികളുടെ നിലവിലെ അഡ്രസ്സുകളിൽ മാറ്റം വരുന്ന പക്ഷം ഓൺലൈനായി ദേശീയ അഡ്രസ്സിലെ വിവരങ്ങളിലും മാറ്റം വരുത്തേണ്ടതാണ്. മീഡിയ 1, ജിദ്ദ. ഖത്തർ ഷൂറ കൗൺസിൽ നിരീക്ഷകയായ റീം ബിൻത്ത് മുഹമ്മദ് അൽ മൻസൂരിയെ രാജ്യാന്തര പാർലമെന്ററി യൂണിയൻ വനിതാ വിഭാഗം ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. ദോഹയിൽ നടക്കുന്ന IPU സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. അറബ് മേഖലയിൽ വനിതാ ശാക്തീകരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖത്തറിനുള്ള അംഗീകാരമാണ് റീം ബിൻത്തിന്റെ സ്ഥാനലബ്ധിയെന്നാണ് വിലയിരുത്തൽ. വനിതാ ക്ഷേമവും ശാക്തീകരണവും സാർവത്രിക സ്ത്രീ വിദ്യാഭ്യാസം, മാതാ ശിശു ആരോഗ്യ പരിചരണം തുടങ്ങിയ വിഷയങ്ങളിലായി സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രവാസി വിദ്യാർത്ഥികൾക്കായി KIG കുവൈത്ത് റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വഫറ സിദ്ര ഫാമിൽ നടന്ന ത്രിദിന ക്യാമ്പ് കുവൈത്ത് സർവകലാശാല അധ്യാപകനും പ്രൊഫസറും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ യാസർ അൽ നഷ്മി ഉദ്ഘാടനം ചെയ്തു. അഭിരുചിയും ജീവിത സാഹചര്യവും തിരിച്ചറിഞ്ഞു വേണം കരിയർ മേഖല തിരഞ്ഞെടുക്കാനെന്ന് ക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച MES പ്രസിഡന്റും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. നിങ്ങളിൽ ആരെങ്കിലും ആർക്കിടെക്ട് ജീവിത വിജയത്തിന് കൃത്യമായ ലക്ഷ്യവും പരിശ്രമവും ആവശ്യമാണെന്ന് പ്രശസ്ത കരിയർ ട്രെയിനറും സൊസൈറ്റി ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ചെയർമാനുമായ ഡോക്ടർ മഹമ്മൂദ് ഷിയാബ് ഉണർത്തി. ഉദ്ഘാടന സെഷനിൽ KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ അധ്യക്ഷനായിരുന്നു. ഫിറോസ് ഹമീദ് സ്വാഗതം പറഞ്ഞു. ക്വിൽ ഫൗണ്ടേഷൻ ഡയറക്ടർ KK സുഹൈൽ, ഷറഫുദ്ദീൻ സൂഫി, സക്കീർ ഹുസൈൻ തുവൂർ, ഫൈസൽ മഞ്ചേരി, അൻവർ സയ്യിദ്, ഡോക്ടർ അമീർ അഹമ്മദ്, മുഹമ്മദ് മുസ്തഫ, മുനീർ അഹമ്മദ്, റഫീഖ് ബാബു, VS നജീബ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. AC സാജിദ്, മറിയം മൊയ്തു തുടങ്ങിയവർ വിവിധ വിനോദ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ദമാം അൽഖോബാർ യുണൈറ്റഡ് FCക്ക് പുതിയ ഭാരവാഹികൾ. ക്ലബ്ബ് പ്രസിഡന്റായി മുഹമ്മദ് നിഷാദിനെയും ജനറൽ സെക്രട്ടറിയായി നിബ്രാസ് ഷിഹാബിനെയും തെരഞ്ഞെടുത്തു. ഷരീഫ് മാണൂർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ദമാം അൽഖോസാമ ഇന്റർനാഷണൽ സ്കൂൾ KG ഗ്രാജുവേഷൻ പരിപാടി സംഘടിപ്പിച്ചു. ഫൈസൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മറിയം മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ ജയശ്രീ മുരളീധരൻ, റാസി ഷേഖ് പരീദ്, ഫഹദ് അൽ അസമാരി, മുഹമ്മദ് സിയാദ് എന്നിവർ പങ്കെടുത്തു. കുട്ടികൾ അവതരിപ്പിച്ച വ്യത്യസ്തമായ കലാപരിപാടികളും അരങ്ങേറി. യൂത്ത് ഇന്ത്യ സൗദി കിഴക്കൻ പ്രവിശ്യ ഘടകം അക്കാഡമിക് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഫാസിസം, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ 3 സെഷനുകളിലായി 7 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അക്കാദമിക് കോൺഫറൻസ് SIO മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് നഹാസ് മാള ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ സ്റ്റേറ്റ് സെക്രട്ടറി VR അനൂപ് ഉദ്ഘാടനം ചെയ്തു. 3 സെഷനുകളിലായി നടന്ന പഠനശിബിരത്തിൽ ഫാഷിസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള 7 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. KM ബഷീർ, ഉമറുൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. യൂത്ത് ഇന്ത്യ പ്രവിശ്യ പ്രസിഡന്റ് അമീൻ V ചൂനൂർ അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പ്രവിശ്യയിലെ വിവിധ ഗായകർ അണിനിരന്ന് ഇശൽ മെഹ്ഫിൽ അരങ്ങേറി. കബീർ മുഹമ്മദ്, ബിനാൻ മുഹമ്മദ്, സഫ്വാൻ, റയാൻ മൂസ, ഹിഷാം ST എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1, ദമാം. പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ് വിഷാദരോഗം. കുവൈത്ത് നിവാസികളിൽ 9% പേർ വിഷാദരോഗം അനുഭവിക്കുന്നതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. കൃത്യസമയത്ത് കൗൺസിലിംഗും മാനസിക പിന്തുണയും നൽകുകയാണെങ്കിൽ ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള ആരോഗ്യമുണ്ട്, ശാരീരികമായിട്ടുള്ള ആരോഗ്യമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ
മലയാളികൾ മാനസികാരോഗ്യത്തിന് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് പ്രവാസികളിൽ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ആത്മഹത്യാ നിരക്ക് കൂടാനുള്ള കാരണം, ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വിഷാദ രോഗം തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം 15 മുതൽ 29 വരെ പ്രായമുള്ളവർക്കിടയിലാണ് വിഷാദരോഗം മൂലമുള്ള ആത്മഹത്യ കൂടുതലായി കണ്ടുവരുന്നത്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും നാട്ടിൽ നിന്ന് ദീർഘകാലം വിട്ടുനിൽക്കുന്നത് മൂലമുള്ള വിഷമതകളുമാണ് പ്രവാസികളിൽ വിഷാദരോഗത്തിന് കാരണമാകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗവും മാനസിക സംഘർഷം വർദ്ധിക്കാൻ കാരണമാകുന്നതായാണ് പഠനങ്ങൾ. മരുന്നും കൗൺസിലിംഗ് മാത്രമല്ല വിഷാദ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നത്. നമുക്ക് അവരെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കലാകായിക മത്സരങ്ങളിലേക്കോ മറ്റ് വിനോദോപാധികളിലേക്കോ അവരെ കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ദമാം ജുബൈൽ യൂത്ത് ഇന്ത്യ ഫുട്ബോൾ ക്ലബിന്റെ പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു. ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ആമിർ, ഉബൈദ് എന്നിവർ ചേർന്ന് ക്യാപ്റ്റൻ ബിബിന് നൽകിയാണ് ജേഴ്സി പ്രകാശനം ചെയ്തത്. അബ്ദുള്ള സയ്യിദ്, റയാൻ മുസ, ഷാജഹാൻ മനഹൽ എന്നിവർ പങ്കെടുത്തു. കുവൈത്തിൽ മലയാളി കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ എളവള്ളി സ്വദേശി അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഫർവാനിയ മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. റിയാദിൽ മലയാളി കാറിടിച്ച് മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി പുളിക്കൽ മണാക്കുന്നൻ അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന ടീ ഷോപ്പിൽ നിന്നും റൂമിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ കാറിടിക്കുകയായിരുന്നു. തെറിച്ചു വീണ ഇദ്ദേഹത്തിന്റെ തല ഡിവൈഡറിൽ ഇടിക്കുകയും തൽക്ഷണം മരിക്കുകയുമായിരുന്നു. 25 വർഷമായി റിയാദിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു.